സ്വസ്ഥതയുമില്ല, ഒരു സ്വസ്ഥതയുമില്ല. എന്താ ഇല്ലാത്തത്? ഒരു സ്വസ്ഥത ഇല്ല. എവിടെയില്ല? മനസ്സിലൊരു സ്വസ്ഥതയുമില്ല, അല്ലേ? എന്താ സ്വസ്ഥതയില്ലാതെയായത്? നിങ്ങളുടെ സ്വസ്ഥത ആരാ കൊണ്ടുപോയത്? സ്വസ്ഥത ആര് കവർന്നെടുത്തു? ഈശോ പറയുന്നു, ഞാൻ തരുന്ന സമാധാനം ഈ ലോകം തരുന്നത് പോലെയല്ല. ആരും ഇത് നിങ്ങളിൽ നിന്ന് കവർന്നെടുക്കുകയില്ല. ആരും കവർന്നെടുക്കാത്ത ഈശോയുടെ ഒരു സമാധാനമുണ്ട്. ഈശോയുടെ സമാധാനത്തെ കുറിച്ച് 14 കാര്യങ്ങൾ എന്ന് പറയുന്ന ഒരു ടോക്ക് കിടക്കുന്നുണ്ട്. എടുത്ത് കേൾക്കുക, 1.5 മണിക്കൂറുണ്ട്. ആരും കവർന്നെടുക്കാത്ത ഒരു സമാധാനം, സമാധാനം ധരിക്കുക. ഇതിനെക്കുറിച്ച് 1 മിനിറ്റ് പറയാനാണെങ്കിൽ, ഈശോയുടെ സമാധാനം, പിതാവിൽ നിന്നാണ് ഞാൻ വന്നിരിക്കുന്നത്, പിതാവിലേക്കാണ് ഞാൻ പോകുന്നത്, പിതാവിന്റെ പ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്നത്, അതുകൊണ്ട് സമാധാനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈശോ പറഞ്ഞു, ഞാൻ ഒറ്റക്കല്ല. സ്വസ്ഥത പോകുന്നതിന്റെ ഒരു കാര്യം അതാണ്, എനിക്കാരുമില്ല. ഈശോ എന്താ പറഞ്ഞത്? പിതാവ് എന്നെ ഏകനായി വിട്ടിരിക്കുകയല്ല, എന്നെ അയച്ച എന്റെ പിതാവ് എന്റെ കൂടെയുണ്ട്. ആ പിതാവിന്റെ പ്രവർത്തികളാണ് ഞാൻ ചെയ്യുന്നത്. പിതാവ് എന്റെ കൂടെയുണ്ടെന്ന ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ സമാധാനത്തിന്റെ അടിസ്ഥാനം. ആ സമാധാനം കിട്ടുന്നതാണ്. അതുകൊണ്ടാണ് നമ്മളൊരു മന്ത്രം പറയാറുണ്ട്, ഈശോ എന്റെ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും എന്ന് പറയുമ്പോ നമുക്ക് കിട്ടുന്നത് ഈ സമാധാനമാണ്. ഞാൻ തനിച്ചല്ല, എന്റെ ഈശോ എന്റെ കൂടെയുണ്ട്, എന്റെ കൂടെയുള്ള ഈശോ എല്ലാം നോക്കിക്കൊള്ളും. അപ്പൊ എന്താ ഉള്ളിലേക്ക് വരുന്നത്? ഉള്ളിലേക്ക് സമാധാനം വന്ന് നിറയും. ഉള്ളിൽ സമാധാനം നിറയുമ്പോ അത്ഭുതങ്ങളും അടയാളങ്ങളും സംഭവിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉള്ളിൽ സമാധാനം നിറയുമ്പോ സൗഖ്യം പിറകെ വരും. ഈശോ കൂടെയുണ്ട്, ഈശോ എല്ലാം നോക്കിക്കൊള്ളും. ഈശോയുടെ സമാധാനമാകുന്ന വസ്ത്രം ധരിക്കുക.